നെക്സ്റ്റ് പേജ് നമ്പർ 112 അതിൽ നോക്കിക്കഴിഞ്ഞാൽ nth ടേം ഹാർമോണിക് മീനിൻ്റെ nth ടേം കാണാനുള്ള സമ്മ് ഒരു ചുരുക്കി ഒരു ഫൈനലൈസ്ഡ് ഫോർമുലയായി തന്നിട്ടുണ്ടാവും. Sn ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഡി ln ഇൻറ്റു 2a പ്ലസ് 2n മൈനസ് 1 ഇൻറ്റു ഡി ഡിവൈഡ് ബൈ 2a മൈനസ് ഡി. അതിൽ എ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേമും ഡി എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കോമൺ ഡിഫറൻസും എൽ എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം ആണ്. ഇനി ഒരു പ്രോബ്ലം നോക്കുക. ഇതിനകത്ത് എക്സാമ്പിൾ 3.25 അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഹാർമോണിക് പ്രോഗ്രഷൻ 6, 4, 3 അതിൻ്റെ 4th and 8th ടേം ഡിറ്റർമൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹാർമോണിക് പ്രോഗ്രഷൻ 6, 4, 3 ആണ്. സോ നമ്മൾ ആ ഹാർമോണിക് പ്രോഗ്രഷനിൽ നിന്ന് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ റെസിപ്രോക്കൽ ആയിരിക്കും. അതായത് 1/6, 1/4, 1/3 ആയിരിക്കും. അതായത് 1/6, 1/4, 1/3 റെസിപ്രോക്കൽസ് ആണ് എടുക്കേണ്ടത്. ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് കാണാൻ സെക്കൻഡ് എലമെൻറ്റ്സ് മൈനസ് ഫസ്റ്റ് എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ T2 മൈനസ് T1 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്താൽ നമുക്ക് D കിട്ടും. സോ ഇവിടെ നിങ്ങൾ 1/4 മൈനസ് 1/6 ചെയ്യാം. അത് ചെയ്യുമ്പോൾ നിങ്ങൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ 1/12 കിട്ടും. സോ 1/12 ആണ് D എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വെട്ടി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ AB ഡിവൈഡഡ് ബൈ C D ഡിവൈഡ് ബൈ C എന്നുള്ള ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാം. പിന്നെ റൈസ് ടു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വലിയ എമൗണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ചെയ്യുന്നതാണ് ഈസി. ഇൻറ്റു ചെയ്ത് പോകണമെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എക്സ് റൈസ് ടു 2ൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആ സിമ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈസ് ടു ഇപ്പോൾ എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും അത് കാണാം. സോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ അലൗഡഡ് ആണ് BNSന്. സോ അങ്ങനെ യൂസ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് വെട്ടി ചെയ്യാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് അത്യാവശ്യം മാത്സ് ഒക്കെ അറിയാമെങ്കിൽ വെട്ടി ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ സമയം കളയേണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. അപ്പോൾ D നമുക്ക് കിട്ടി. കോമൺ ഡിഫറൻസ് 1/12. നിങ്ങൾ ജസ്റ്റ് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ AB ഡിവൈഡഡ് ബൈ C എന്നുള്ള ആ ഒരു ബട്ടൺ അത് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ബൈ ആയിട്ടുള്ള ഏരിയ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേഗം ചെയ്യാൻ കിട്ടും. അല്ല മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നവർ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ പ്രോബ്ലത്തിന് D നമ്മൾ 1/12 കിട്ടി. അത് കഴിഞ്ഞ് നമുക്ക് nth ടേം കാണണം. അപ്പോൾ 4th ടേമും 8th ടേമും കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് 4th ടേം കാണാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല A + n - 1 × D ആണ്. നമുക്ക് nth ടേം ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം n 4 ആണ് 4th ടേം കാണേണ്ടത്. 8th ടേം കാണുമ്പോൾ n 8, 4th ടേം കാണുമ്പോൾ n 4 അങ്ങനെ എടുക്കുക. സോ ഇവിടെ 4th ടേം കാണുന്നതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 4th ടേം കാണാം. 4th ടേം കാണാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല A + n - 1 × D ആണ്. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് 1/6 ആണെന്ന് നമുക്കറിയാം. n എന്ന് പറയുന്നത് 4 ആണ്. സോ 4 - 1 1/6 + 4 - 1 ഇൻറ്റു D എന്ന് പറയുന്നത് 1/12 ആണ്. സോ 1/6 + 4 - 1 ഇൻറ്റു 1/12. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1/6 + 1ഉം 1ഉം 4 - 1 3. സോ 3 ഡിവൈഡഡ് ബൈ 12 വരും. സോ 1/6 + 3 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് 3 ഡിവൈഡ് ബൈ 12 നമുക്ക് അതിനെ വെട്ടി ചുരുക്കാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1 3 3 4 3 12. അപ്പോൾ 1/4 ആക്കി എടുക്കാം. സോ 1/6 + 1/4 സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ചെയ്യാം. 5 ഡിവൈഡ് ബൈ 12 ആണ് കിട്ടുക. 5/12 കിട്ടും. സോ 4th ടേം എന്ന് പറയുന്നത് 5/12 ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെ 8th ടേം കാണാം. 8th ടേം കാണാൻ നമ്മൾ ഇതേ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. A + n - 1 × D. A എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 6, 1/6 പ്ലസ് n എന്ന് പറയുന്നത് 8 ആണ്. സോ n - 1 8 - 1. D എന്ന് പറയുന്നത് 1/12 ആണ്. സോ 1/12. 1/6 + 8 - 1 ഇൻറ്റു 1/12. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1/6 + 8 - 1 7. സോ 7 ഡിവൈഡ് ബൈ 12 കിട്ടും. നമുക്ക് 1/6 + 7 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ 3/4 ആണ് കിട്ടുക. 9/12 എന്ന് എഴുതിയിട്ടുണ്ട്, അതും ശരി തന്നെയാണ്. അതിന് കുറച്ചും കൂടെ ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് 3 9. സോ 3 ഡിവൈഡഡ് ബൈ
3 4 12 4. സോ 3 ഡിവൈഡ് ബൈ 4 എന്ന് 3/4 ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ചെറിയ രൂപത്തിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ 6 4 3 എന്നുള്ള ഹാർമോണിക് പ്രോഗ്രഷനിലെ ഫോർത്ത് ടേം എന്ന് പറയുന്നത്, അതായത് 1/4 ടേം ഓഫ് എൻ AP എന്ന് പറയുന്നത് 5/12ഉം, അതേപോലെ തന്നെ ഈ ഹാർമോണിക് പ്രോഗ്രഷനിലെ 8th ടേം ആണെങ്കിൽ 1 ഡിവൈഡ് ബൈ 8th ടേം എന്ന് പറയുന്നത് 3/4ഉം ആയിരിക്കും. ഇങ്ങനെയാണ് ഹാർമോണിക് പ്രോഗ്രഷൻ്റെ ഫോർമുല വരിക. എളുപ്പമാണ് ചെയ്യാൻ. ഇതുപോലെ ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം.